മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹനാസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്, ബാംഗ്ലൂരിൽ നിന്ന് പോവാണ്. ഇനി നമ്മൾ ചെന്നൈയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ബാഗ് ഉണ്ട് ഗൈസ് നമുക്ക്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് പോവുകയാണ്. ഞങ്ങൾ വന്ന കാറ് മാമച്ചാടെ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ പാർക്ക് ചെയ്തു. അങ്ങനെ ഇവിടുന്ന് ഒലയെ ബുക്ക് ചെയ്ത് ഞങ്ങൾ വണ്ടിയിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഈ വണ്ടിയുടെ ബാക്കിൽ ഒരു വലിയ സിലിണ്ടർ ആണുള്ളത് കൈസ്. അതുകൊണ്ട് ഞങ്ങളുടെ ലഗേജ് ഒന്നും അധികം കയറ്റി വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മാമിച്ചായും ഉമ്മിയും ഓട്ടോ പിടിച്ചാണ് വരുന്നത്. അവർ ഞങ്ങളുടെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തോണ്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുവാണ്. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി. അതുമില്ല ഗൈസ്, ഈ ഒരു യാത്രയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. ആദ്യമായിട്ടാണ് ഗൈസ് ട്രെയിനിൽ കയറാൻ പോകുന്നത്. ഇപ്പം ട്രെയിനിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത്രയും ലഗേജുകളിൽ പെട്ടെന്ന് ട്രെയിനിൽ കയറ്റണം എന്നുള്ള ടെൻഷനിലാണ് എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾ സെക്കൻഡ് സിറ്റിംഗ് സീറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ചെന്നൈയിലെത്തും. ഞങ്ങളൊരു 15 ദിവസം എടുക്കുന്ന യാത്രയ്ക്കാണ് പോകുന്നത്. ഇറങ്ങേണ്ട സ്റ്റേഷൻ അടുത്തോണ്ടിരിക്കുവാണ്. ഞങ്ങൾ തമിഴ്നാട്ടിലെ പേരാമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ മറീന ബീച്ചിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ബസ് കാത്തിരിക്കുവാണ് ഗൈസ്. അതാണ് ഗൈസ് ഞങ്ങൾ താമസിക്കുന്ന റൂം. ഗേറ്റ് വേ റൂംസ് എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങൾ മറീന ബീച്ച് കാണാനായിട്ട് ബസ്സിലാണ് പോകുന്നത്. 29A എന്ന് പറയുന്ന ബസ്സിൽ കയറുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് മറീന ബീച്ചിൽ വന്നിറങ്ങാം. സ്ത്രീകൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ മറീന ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ലോകത്തിലെ നഗരങ്ങളിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചുകളിൽ 2ാം സ്ഥാനമുള്ളത് മറീന ബീച്ചിനാണ്. മൈതാനം പോലെ കിടക്കുവാണ് ഗൈസ്. ഒരുപാട് നടക്കണം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ മറീന ബീച്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കടന്നു പോകണം ഗൈസ്. കുറച്ച് ദൂരമുണ്ട്. ഇവിടെ കുറെ സ്റ്റോൾസും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ രീതിയിൽ പാർക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെന്നൈയിൽ വൈകുന്നേരമായിരുന്നു വന്നത്. അതുകൊണ്ട് റൂമിലൊക്കെ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ മറീന ബീച്ച് ഉള്ള കാര്യം അറിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മറീന ബീച്ച് വന്ന് കണ്ടിട്ട് റെസ്റ്റ് ചെയ്യാമെന്ന്. രാത്രി ആയിപ്പോയി ഗൈസ്, അല്ലെങ്കിൽ കടലിൽ കളിച്ചിട്ട് പോകാമായിരുന്നു. അപ്പം ചെന്നൈയിൽ നിന്ന് മറീന ബീച്ചിലോട്ട് വരാൻ ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് വളരെ അടുത്താണിത്. രാത്രിയായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഗൈസ് ബീച്ചിൽ. അങ്ങനെ ഗൈസ് ഞാനും വാപ്പിയും ഹവായും ഹയായും കടലിലോട്ട് ഇറങ്ങുവാണ്. അന്നേരം വാപ്പി പറഞ്ഞ് അവരെ നിർത്തിക്കൊണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ. അങ്ങനെ ആ ഫോട്ടോ എടുത്ത് കൊടുക്കുവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കടലിനകത്തൊക്കെ കളിച്ചു. തിരയൊക്കെ ഉണ്ട് ഗൈസ്, രാത്രി ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ 4 പേര് നിന്നുകൊണ്ട് അടുത്തൊരു ഫോട്ടോഷൂട്ടാണ്. പകല് വരാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല രസമായേനെ. പക്ഷെ എന്ത് ചെയ്യാനാണ് ഗൈസ്, ഞങ്ങൾ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോകും. നമ്മള് മറീന ബീച്ചിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി നമ്മൾ നേരെ റൂമിലോട്ടാണ് ഗൈസ്.
അടുത്തൊരു പാർക്കിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണ് ഗൈസ് റൂമിലോട്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ.